ഹലോ ഫ്ലക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ലഡുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ലഡു ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് 6 തരത്തിലുള്ള സീഡ്സ് വെച്ചിട്ടാണ് മെയിനായിട്ട് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ സീഡ്സാണ്, അതിൻ്റെയൊക്കെ എന്തൊക്കെ ഗുണങ്ങളാണ് എന്നൊക്കെ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ഇതുപോലത്തെ ഒന്നോ രണ്ടോ ലഡു രാവിലെ ഒന്ന് കഴിച്ചിട്ട് പോയാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താലും നമുക്ക് അന്നത്തെ ദിവസം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഒരു 6 എണ്ണം ഉള്ള ഒരു കോംബോയിൽ കിട്ടിയപ്പം ഞാനങ്ങ് വാങ്ങി. അങ്ങനെ ഞാനിത് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഓരോ സീഡിനും എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇത് എങ്ങനെ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാം എന്നും കൂടി ഇതിനകത്ത് പറയാം. എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ. എന്നാൽ നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. ഞാനിവിടെ കുറച്ച് ശർക്കര ഉരുക്കി പാനിയാക്കുന്നുണ്ട്. ഇത് മധുരത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ലഡു ഉണ്ടാക്കുമ്പോൾ ഉരുട്ടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിന് പകരം നിങ്ങൾക്ക് നമ്മുടെ ഡേറ്റ്സ് മിക്സിക്കകത്ത് അടിച്ചെടുത്താലും നമുക്ക് ഇതേ ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ പോഷക ഗുണങ്ങളും കൂടി ഇതിനകത്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചട്ടി വെക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ സൺഫ്ലവർ സീഡ് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ വാട്ടർമെലൺ സീഡും പംകിൻ സീഡും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയാരോഗ്യം ഭയങ്കരമായിട്ട് സംരക്ഷിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ സൗന്ദര്യവർദ്ധനത്തിനും മുടി വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ വാട്ടർമെലൺ സീഡും അതുപോലെ തന്നെ സൺഫ്ലവർ സീഡും. പിന്നെ ശരീരഭാരം, അതായത് നമ്മുടെ വെയിറ്റ് നല്ലപോലെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ രക്തസമ്മർദ്ദം ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു സീഡാണ് വാട്ടർമെലൺ സീഡ്. അതേപോലെ തന്നെ നമ്മുടെ ചർമ്മം വളരെ മൃദുവായിട്ട് വെക്കുന്ന ഒന്നാണ് നമ്മുടെ സൺഫ്ലവർ സീഡ് എന്ന് പറയുന്നത്. പിന്നെ പംകിൻ സീഡിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പംകിൻ സീഡ് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് എപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നതാണ്. അപ്പോൾ പംകിൻ സീഡ് നല്ലൊരു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ ഊർജ്ജം വർദ്ധിപ്പിക്കാനും മുടി ചർമ്മം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ നല്ല ഉറക്കവും തരുന്ന ഒരു സീഡാണ് നമ്മുടെ പംകിൻ സീഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് എല്ലാം കൂടി ഒന്ന് വറുത്ത് നമുക്ക് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം, ഒന്ന് തണുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലുണ്ടല്ലോ ഇത് ഓട്സിൻ്റെ കൂട്ടത്തിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് അങ്ങനെയും വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. സ്മൂതി ആയിട്ടൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെറിയ സീഡ്സ് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിയാ സീഡും ബേസിൽ സീഡും അതേപോലെ തന്നെ ഫ്ലെക്സ് സീഡും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് എള്ളും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയും കൂടി ഗുണങ്ങളൊന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് അതും ഒന്ന് ചൂടാക്കി. അപ്പോൾ നമ്മുടെ ഫ്ലെക്സ് സീഡിനകത്ത് ഒത്തിരി omega-3 അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഫൈബേഴ്സ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ പോഷകങ്ങൾ ഒത്തിരി അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. ഇത് തന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമേഹ രോഗം നിയന്ത്രിക്കാനും അതേപോലെ തന്നെ മെയിനായിട്ട് ക്യാൻസർ പ്രതിരോധ ശേഷി തരുന്ന ഒന്നും കൂടിയാണ് ഈ ഫ്ലെക്സ് സീഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹോർമോൺ ബാലൻസിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഫ്ലെക്സ് സീഡ് എന്ന് പറയുന്ന സംഭവം. അതേപോലെ ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ബേസിൽ സീഡ്. ബേസിൽ സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ മൊത്തത്തിലൊന്ന് തണുപ്പിച്ച് നിർത്തുന്ന ഒരു സംഭവമാണ് ഈ ബേസിൽ സീഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നല്ല രീതിയിൽ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ചിയാ സീഡിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിനകത്ത് omega-3 അതേപോലെ തന്നെ ഒത്തിരി ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി ഞാൻ കുറച്ചിവിടെ പീനട്ട് വറുത്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാം ഞാൻ വറുത്ത് കഴിഞ്ഞ് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എള്ളിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. എള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ആരോഗ്യകരമായ കൊഴുപ്പുകളും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ നല്ലപോലെ എല്ലിന് നല്ലൊരു ശക്തി തരുന്ന ഒന്നും കൂടിയാണ് നമ്മുടെ എള്ളെന്ന് പറയുന്നത്. ഇനി നമ്മുടെ പീനട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാറ്റ് ഉണ്ട്. നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫാറ്റ് അല്ല, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാറ്റും അതേപോലെ തന്നെ ഒത്തിരി പ്രോട്ടീൻസും അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ പീനട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ പീനട്ട് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു, ഒന്ന് ചൂടാക്കി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പം, അതായത് പീനട്ടും കൂടി ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇനി കുറച്ച് സംഭവം കൂടി ഇതിനകത്ത് ചേർക്കാം.
അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് പിന്നെ ഏത് നട്ട്സ് വേണമെങ്കിലും ഒന്ന് ചേർക്കാം കേട്ടോ, ഒന്ന് ചൂടാക്കി ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഗുണങ്ങൾ നമുക്ക് ഈ നമ്മുടെ ലഡുവിനകത്ത് ഉണ്ടാകും. ഇത് ലഡു ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓവർനൈറ്റ് ഓട്സ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് പാലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് നമുക്ക് വെച്ചിട്ട് അങ്ങനെ രാവിലെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പകരം അത് വേണമെങ്കിൽ കഴിച്ചിട്ട് പോകാവുന്നതാണ്. ഇനി ഞാനിവിടെ നെയ്ക്കകത്തോട്ട് നമ്മുടെ മക്കാനയും കാഷ്യൂവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മക്കാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിഡൻസ് ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. അതേപോലെ തന്നെ ഫൈബർ ഉണ്ട്, ലോ കലോറിയാണ്. അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ഒക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു സംഭവമാണ് നമ്മുടെ മക്കാന എന്ന് പറയുന്നത്. പിന്നെ കാഷ്യൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നല്ലൊരു ഹെൽത്തി ഫാറ്റും ഒത്തിരി പ്രോട്ടീനും മിനറൽസും ഒക്കെ അടങ്ങിയ ഒരു സംഭവമാണ് നമ്മുടെ കാഷ്യൂ നട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കറണ്ട് എന്നെ ചതിച്ചു. കറണ്ട് പോയി. പിന്നെ വന്നത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പം അതുവരെ അതൊന്ന് എന്താ പറയുക, ആ ചൂടൊക്കെ ഒന്ന് മാറി ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാനതൊരു പാത്രത്തിനകത്താക്കി അടച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും നല്ല നൈസായിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പം നമുക്ക് കടിച്ചിരിക്കും. അതല്ലെങ്കിൽ ഇതാകുമ്പം നല്ലപോലെ വായിൽ അലുത്തങ്ങ് പോക്കോളും ചെയ്യും. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ ശർക്കര പാനിക്ക് പകരം ഞാൻ പറഞ്ഞല്ലോ നല്ല ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ് മധുരത്തിന് പകരമായിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ. അത് വെള്ളം തൊടാതെ നമ്മൾ മിക്സിക്കകത്തൊന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടി ഇതിനകത്തോട്ട് ഇട്ടൊന്ന് കുഴച്ചെടുക്കുമ്പം നമുക്ക് നല്ലപോലെ ഒന്ന് ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ കയ്യിലോട്ട് പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണയോ ഇല്ലെങ്കിലോ കുറച്ച് നെയ്യും കൂടി ഒന്ന് തടവിയിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിതിങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓവർനൈറ്റ് ഓട്സ് ഒന്നും ഇഷ്ടമല്ല. അതേപോലെ തന്നെ ഇങ്ങനെ സ്മൂത്തീസ് ഒന്നും അങ്ങനെയൊന്നും അധികം കഴിക്കാറില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെയൊക്കെ കഴിക്കുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ചൂടാക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ഓവർനൈറ്റൊക്കെ ഒന്ന് പാലിനകത്തൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ വേറെ തന്നെ ആയിട്ട് അതായത് ഫുള്ളായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടും. ഇത് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഇതിനകത്ത് നഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ ചൂടാക്കുമ്പോൾ അതിനകത്തുള്ള സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് പോകാനായിട്ടുള്ള ഒരു ചാൻസസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ഓക്കെ, അപ്പം ഞാനിവിടെ ലഡൂസൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് വലിയ പണിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ചെറിയ ചെറിയ സീഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇവിടെ ലഡു എല്ലാം റെഡി ആയിട്ടുണ്ട്. അവിടെ കണ്ടോ കുറച്ച് ഒരു കുഞ്ഞു കൈ വന്നല്ലോ. അത് എന്നെ സഹായിക്കാൻ വന്ന കുഞ്ഞു കൈയാണ്. അവളുടെ ആണെന്നും പറഞ്ഞുകൊണ്ട് അത് മാറ്റി എന്നെക്കൊണ്ട് സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവമാണത്. അപ്പോൾ അത് അവൾ കഴിച്ചോളാം എന്നുള്ള എഗ്രിമെൻറ്റിലാണ് ഞാനത് ചെറുതാക്കി ഒന്നുണ്ടാക്കി കൊടുത്തു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. അപ്പോൾ ഞാൻ മറക്കണ്ട, എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ഇപ്പം തന്നെ അങ്ങ് ചെയ്തേക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കാവുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.